ഗൈസ്, വെൽക്കം ടു GJverse. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഞാൻ കുറേ നാളായി ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങും ട്രാവൽ ബ്ലോഗ്സും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. പലപ്പോഴും ഷോർട്സ് ഒക്കെ മൊബൈലിലും ബാക്കിയല്ലാതെ നമ്മുടെ വീഡിയോസൊക്കെ സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളും ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. സോ ഞാൻ ഈ ഓരോ വീഡിയോ ഇടുമ്പോഴും ഒരുപാട് വ്യൂസും കാര്യങ്ങളും എല്ലാം വരാറുണ്ട്. പക്ഷേ എവിടെയോ എനിക്ക് എന്തോ മിസ്സിങ് അല്ലേ, ഒരു മിസ്സിങ് ഫീല് ഉണ്ടാവാറുണ്ടായിരുന്നു. സോ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ബിഗിനിങ്ങിൽ കാണിച്ച ക്ലിപ്സ് ഇതെല്ലാം പ്രറ്റി ഇംപ്രസീവ് ക്ലിപ്സാണ്, കാണാൻ തന്നെ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട്. ഡാവിഞ്ചി റിസോൾവിൽ ഞാൻ പല രീതിയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെയോ മിസ്സിങ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ മിസ്സിങ് എന്താണ്? ഒരു സിനിമാറ്റിക് ടച്ച്, ഒരു സിനിമാറ്റിക് ഫീൽ. അങ്ങനെ മിസ്സിങ് ആയ ആ ഒരു എലമെൻറ്റ് ഞാൻ എങ്ങനെ അത് റിസോൾവ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. യെസ്, ഡിഹാൻസർ എന്ന് പറയുന്നത് ഒരു പ്ലഗിനാണ്. പ്ലഗിൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണുകളിലും മറ്റും നമ്മൾ ഫോട്ടോയിൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യില്ലേ, സിമിലർ കൺസെപ്റ്റാണ്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂള് ഡാവിഞ്ചി റിസോൾവ് ആണെങ്കിലും അല്ല പ്രീമിയർ പ്രോ ആണെങ്കിലും ശരി, സിമ്പിളായിട്ട് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗിനാണ്. ഇത് പെയ്ഡ് ആയിട്ടുള്ളൊരു പ്ലഗിനാണ്, പക്ഷേ പേയ്മെൻറ്റ് ഇസ് വർത്ത് ഇറ്റ്. സിനിമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീരീസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അത്രയും, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അത്രയും തന്നെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ആ ഒരു വിഷ്വൽ ഔട്ട്പുട്ട് കിട്ടാൻ പറ്റിയ ഒരു പ്ലഗിനാണിത്. സോ ഇതിൻ്റെ ആ ഒരു ഡിഫറൻസസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ കണ്ട ക്ലിപ്പിലെ ആദ്യത്തെ ഈ ഒരു ക്ലിപ്പിൻ്റെ ഈ ഒരു പുതിയ വേർഷൻ നിങ്ങൾ കണ്ടു നോക്കൂ. ഡിഹാൻസർ ഇട്ടതിന് ശേഷമുള്ള ഈ ഒരു വേർഷൻ കണ്ടില്ലേ? ആ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. സിമിലർലി കുറച്ച് ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബിഫോർ ആഫ്റ്റർ ഫീൽ എന്താണെന്ന് മനസ്സിലാവും. കണ്ടില്ലേ? ഇത്രയും ഒരു ചേഞ്ച് നമുക്ക് ഈ ഒരു നിസ്സാര പ്ലഗിൻ കൊണ്ട് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഓൾസോ ഒരു വീഡിയോയുടെ എല്ലാ ആസ്പെക്റ്റും നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രെയിൻസ് ഒക്കെ കൂട്ടി കുറച്ചുകൂടെ ഒരു പഴയ പോലെ വീഡിയോ ആക്കാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വീഡിയോയിൽ എന്തെല്ലാം മൈന്യൂട്ട് കാര്യങ്ങൾ വരെ മാറ്റാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഈ ഒരു പ്ലഗിൻ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. ആൻഡ് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്ലഗിനാണ്. വളരെ ഈസി ടു യൂസ് ആണ്. നമ്മുടെ ഒരു ഡാവിഞ്ചി റിസോൾവ് ഒക്കെ യൂസ് ചെയ്ത് ശീലമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്ലഗിൻ ഭയങ്കര ഒരു ലൈഫ് സേവറാണ്. ഒരുപാട് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഡിറ്റിംഗ് ഒന്നും പഠിക്കണ്ട, എല്ലാം അതിനകത്ത് സിമ്പിളാണ്. പ്രീസെറ്റ്സ് ഒരുപാടുണ്ട്. പ്രീസെറ്റ്സ് തന്നെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എൻഹാൻസ്ഡ് ആവും. അല്ലാത്ത പക്ഷം കുറച്ചുകൂടെ സിനിമാറ്റിക് ലുക്കൊക്കെ വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വീഡിയോയുടെ ഫീച്ചേഴ്സിന് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു പ്രോമോ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോഡ് നിങ്ങൾ ആ സൈറ്റിൽ കയറി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഓഫർ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നൈസായിട്ട് ഈ ഒരു ഡിഹാൻസർ എന്ന് പറഞ്ഞൊരു ടൂള് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ നല്ലൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഇനിയും ഭാവിയിൽ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളായിരിക്കും ഇത്. സോ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ടൂൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഉറപ്പായിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു പ്രോമോ കോഡ് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. ആ ഒരു പ്രോമോ കോഡ് യൂസ് ചെയ്ത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഡെസ്ക്ടോപ്പ് വേർഷൻ മാത്രമല്ല, നമുക്ക് വെബ്സൈറ്റിലും ഡിഹാൻസർ ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫിഗ്മയൊക്കെ പോലെ ഓൺലൈനിലും നമുക്ക് ആ ഡിഹാൻസറിൻ്റെ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഓൾസോ iOS-ലും ഒക്കെ ആപ്പായിട്ടും ഇത് വരുന്നതാണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പ്ലീസ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. മറ്റൊരു വീഡിയോ കാണാം. അതൊരിക്കും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.